ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചാർക്കോൾ സോപ്പാണ്. ചാർക്കോൾ സോപ്പ് നമുക്ക് എന്തിനു യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്ക് ഓയിലി സ്കിൻ, ഫേസിലായാലും ബോഡിയിലായാലും നോർമലി നമുക്ക് ഓയിലി സ്കിൻ കൂടുതലായിട്ടുള്ളവർക്ക് ഈ ചാർക്കോൾ സോപ്പ് ഇസ് ഗുഡ്. കാര്യം ചാർക്കോളിന് നമ്മുടെ ഓയിൽ കണ്ടൻറ്റ്, എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒഴിവാക്കാനുള്ള ഒരു ഗുണമുണ്ട്. ഞാൻ മെയിനായിട്ട് എൻ്റെ ഫേസിന് ചാർക്കോൾ സോപ്പാണ്, ഫേസിൽ ചാർക്കോൾ സോപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇനി എക്സസൈസ് സ്വെറ്റ് ചെയ്യുന്ന ദിവസവും ഞാൻ ചാർക്കോൾ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പിയേഴ്സിൻ്റെയൊക്കെ സോപ്പിൽ ഉള്ള ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനുള്ള ഒരു കണ്ടൻറ്റ് ഞാനെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ദിവസം ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി ചാർക്കോൾ സോപ്പ് യൂസ് ചെയ്യും. പിന്നെ മുഖത്ത് മെയിനായിട്ട് ഞാൻ ഫേസ് വാഷിന് പകരം ചാർക്കോൾ സോപ്പാണ് ഞാൻ എപ്പോഴും എൻ്റെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓയിലി സ്കിൻ ഉള്ള ഒരു ടെക്സ്ചറാണ് സ്കിന്നിനെങ്കിലും ഞാൻ ചാർക്കോൾ സോപ്പ് പ്രിഫർ ചെയ്യും. അപ്പോൾ ചാർക്കോൾ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ചാർക്കോൾ സോപ്പ് നമ്മുടെ ലേഡീസിന് മാത്രമല്ല ജെൻസിനും നല്ലൊരു സോപ്പാണ് ചാർക്കോൾ സോപ്പ്. കാര്യം ജെൻസിന് മറ്റ് സോപ്പ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ടെർമറിക്, റോസ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു സ്കിൻ ടെക്സ്ചറിനും അവരുടെ ഒരു സ്വെറ്റിങ്ങുള്ള ബോഡിക്കും കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നമ്മുടെ ചാർക്കോളിൻ്റെ സോപ്പായിരിക്കും. ഞാൻ അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ലൈഫ് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൂട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഇത് എൻ്റെ അപ്പുറത്തെ നൈബറിൻ്റെ മോളാണേ. അപ്പോൾ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിൽക്കും. അപ്പോൾ സാധാരണ അവളുള്ളപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇത് ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ സർപ്രൈസായിട്ട് വന്ന് കയറിയാണ് ബലൂൺ കാണിക്കുന്നത്. നോക്കി ചേച്ചി കാണിച്ച ബലൂൺ, കുട്ടിയുടെ ബലൂൺ കേട്ടോ. അപ്പോൾ ബലൂൺ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങ് ഞാൻ കൂടുതൽ അങ്ങ് അടുപ്പിക്കാണ്ട് മാറ്റി നിർത്തി. കാരണം കുട്ടികളുടെ കയ്യിലൊക്കെ ഇത് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബേണാവും. ബേണിങ് സെൻസേഷനുള്ള ഒരു ലിക്വിഡാണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ഓയിലാണ്. ഇതാണ് നമ്മുടെ ചാർക്കോൾ ഇൻഫ്യൂസ് ചെയ്ത ഓയിൽ. അതാണ് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. പൈപ്പൊന്നുമില്ല, പൈപ്പ് അമ്മമ്മ കിട്ടും. പൈപ്പിലങ്ങനെ വേണമെങ്കിൽ ഇടിച്ച് നിന്നെ റെഡിയാക്കുന്നു. അപ്പോൾ നമ്മുടെ ഓയിൽസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ എന്നോടിങ്ങനെ ഓരോ കസ്റ്റമേഴ്സ് സോപ്പൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ, എന്താണ് സോപ്പ് ഉപയോഗിക്കുന്നതിനുള്ള നിങ്ങളുടെ ആവശ്യം എന്താണ്, ഫേസിന് വേണ്ടിയിട്ടാണോ, ഫേസിന് വേണ്ടി മാത്രമാണോ, അതേ ഹോൾ ബോഡിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അതിനുശേഷമേ അവരുടെ സ്കിൻ ടെക്സ്ചർ അനുസരിച്ചിട്ട് ഞാൻ അവരോട് പറയും. അല്ലെങ്കിൽ ചിലർ അവരുടെ മക്കൾക്ക് വേണ്ടി മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പാരൻസിനോട് ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ആവശ്യം, അതായത് ഇപ്പം എൻ്റെ സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്. അപ്പോൾ ആ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ സെൻസിറ്റീവ് ആവുന്ന സ്കിന്നായതുകൊണ്ട് ചില കുട്ടികൾക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളത് കൊണ്ട് പുറത്തുള്ള സോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് അവരുടെ സ്കിന്ന്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നിറം വയ്ക്കണം, അല്ലെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസിങ് സ്കിന്നാവണം ഇല്ല. കാരണം നന്നായിട്ട് ഓയിൽ റിമൂവ് ചെയ്യാൻ കഴിവുള്ള, ഇപ്പം ഞാൻ പറയണ്ട, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ചാർക്കോൾ റിമൂവ്സ് എക്സസ് ഓയിൽ ഫ്രം ദ സ്കിൻ എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും പൊതുവേ അറിയാവുന്ന കാര്യമാണ് ചാർക്കോൾ സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സോപ്പ് കാര്യം നമുക്ക് ഒരേ ഒരു ജെൻഡറിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നല്ല. നമുക്ക് എല്ലാ ജെൻഡറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിലി സ്കിന്നിന് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സോപ്പാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്ന നമ്മുടെ ചാർക്കോൾ സോപ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മളൊരു
പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്നുണ്ട്, അത് പറയാൻ പറ്റില്ല, ഇറ്റ്സ് മൈ സീക്രട്ട്. അതൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ്. അത് ലേഡീസിനേക്കാളും കുറച്ചുകൂടി ജെൻസിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ആഫ്റ്റർ ബാത്ത് ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും. നമ്മുടെ പിയേഴ്സിൻ്റെയൊക്കെ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ ബ്ലൂ പിയേഴ്സ് മിൻറ്റിൻ്റെയൊക്കെ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ പൊതുവേ ഒരു മിൻറ്റ് സോപ്പുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ് ഞാൻ ആഡ് ചെയ്യും. അത് ചിലർ വേണ്ടാന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും, അത് വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന ഈ സോപ്പിലുള്ള ഓയിലല്ല, ബാക്കി ഓരോ കാര്യങ്ങളും കണ്ടീഷൻസ്, ഒരു സ്കിന്നിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞ് വിളിക്കുന്ന കസ്റ്റമേഴ്സിന് അവരുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചുള്ള അവരുടെ ആവശ്യങ്ങളനുസരിച്ചുള്ള ഓയിൽസ് ഞാനിൽ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുള്ളവർക്ക് ഞാൻ സെപ്പറേറ്റ് വേറെ വേറെ ഓയിൽസിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണെന്ന് പറയുന്നവർക്ക് വേറെ ഓയിൽസ് ആഡ് ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങൾ അവരുടെ സ്കിൻ ടെക്സ്ചർ അനുസരിച്ചും അവരുടെ ആവശ്യങ്ങളനുസരിച്ചും ഞാൻ ഓയിൽസ് ചേഞ്ച് ചെയ്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് അങ്ങനെ മാറി മാറിയൊക്കെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നോർമലായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സോപ്പിൻ്റെ ഒരു ഓയിലാണ്. ഈ ഓയിലിൻ്റെ മിക്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓരോ ഓയിൽസിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇപ്പം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആണെങ്കിലും നമുക്ക് നറിഷ്മെൻറ്റ് കൊടുക്കാനായാലും സ്കിൻ റെജുവിനേഷൻ കൊണ്ടുവരാനായാലും എക്സ്ഫോളിയേറ്റിംഗ് കൊണ്ടുവരാനായാലും അങ്ങനെ ഓരോ ബെനിഫിറ്റ്സ് ഉള്ള ഓയിൽസ് ഇന്നത്തെ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമ്മളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സോപ്പുകൾ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഓരോ കസ്റ്റമൈസ്ഡ് സോപ്പുകളാണ് സത്വ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നോർമലി നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു 6-7 പോട്ടെ, ഇപ്പം അതിൽ കൂടുതൽ ഫ്ലേവേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ സെയിം പ്രൈസാണ്, അവരുടെ സെയിം കണ്ടൻസ് മാത്രം അവർ കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എങ്ങനെ ഒരേ പ്രൈസിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. കാരണം നമ്മൾ ചേർക്കുന്ന കണ്ടൻസ് മാറുമ്പോൾ അതിൻ്റെ റേറ്റും വ്യത്യാസമായിട്ട് വരും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അറിയാലോ, ഓരോ ഓയിലായാലും അതിൽ ചേർക്കുന്ന ബാക്കി പ്രോപ്പർട്ടീസ് ആയാലും ഡിഫറെൻറ്റ് റേറ്റാണ്. പക്ഷേ നമ്മൾ ഏത് സോപ്പ് എടുത്താലും കമ്പനി ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതിലെല്ലാം സെയിം റേറ്റ് ആയിരിക്കും. 45 എല്ലാ സോപ്പിനും ആ ഒരു സെയിം കമ്പനിയുടെ സോപ്പിന് അവരുടെ ഫ്രാഗ്രൻസ് മാത്രം മാറി വരും, പക്ഷേ സോപ്പിനെല്ലാം ഒരേ റേറ്റ് ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മളുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ച് മാറി വരും. അത് മാറുന്നതനുസരിച്ച് ഓയിൽസ് മാറും, അത് ചേർക്കുന്ന കണ്ടൻസ് മാറും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറി വരും. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഓയിൽ മിക്സ് റെഡി ആയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് അതായത് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടറും ലൈമും കൂടി ചേർത്ത് ഇതിലേക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒഴിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനുള്ള ഒരു പ്രോപ്പർട്ടി ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടി ഇതിൽ ആഡ് ചെയ്ത് ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈയും വാട്ടറും കൂടി ഇതിലേക്ക് ഫിൽട്ടർ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ഓയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ച ലൈയുടെ മിക്സ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് മെയിൻലി ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല ഒരു ഫ്രാഗ്രൻസാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. നോർമലി ഉള്ള പോലത്തെ ഒരു മൈൽഡ് ഒരു പെർഫ്യൂം അല്ല, ഒരു ജെൻസിൻ്റെയൊക്കെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ലാണ്, ഫ്രാഗ്രൻസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതൊഴിച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി പോകുന്ന ഒരു ഫ്രാഗ്രൻസാണ്. ആഡ് ചെയ്ത് അപ്പം തന്നെ സെറ്റാവും. അപ്പം നമ്മൾ ചടേന്ന് നമ്മൾ ഒഴിച്ച് വെക്കണം മുകളിൽ, ഇല്ലെങ്കിൽ ഇത് ഇരുന്ന് തന്നെ ഇത് സെറ്റായി പോകും. നമുക്കപ്പോൾ ഇത് ഒഴിച്ച് വെക്കാം. അത് അങ്ങനെ ഫൈനലി നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു നമുക്കൊരു 2 days കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. യൂസ് ചെയ്യുന്നത് ഒരാഴ്ച ഒക്കെ വെച്ച്, 2 ആഴ്ചയൊക്കെ വെച്ചിട്ട് ഒന്ന് ക്യൂർ ആയതിനു ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എടുക്കുന്ന ഒരു നെക്സ്റ്റ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് എടുക്കുന്നൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് പറഞ്ഞിരുന്നു. അതിടാൻ പറ്റിയില്ല, കാര്യം
എനിക്ക് അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചുമയൊക്കെ വന്നിട്ട് തൊണ്ടയൊക്കെ പോയി, സൗണ്ട് ഇല്ലാതെ വേറെ കാറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതെന്തായാലും 2 ദിവസം കഴിഞ്ഞ് എടുത്ത ഉടനെ എൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, അന്ന് ആ സോപ്പ് എനിക്ക് കസ്റ്റമറിന് അർജൻറ്റായിട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചുമ കുറയുന്നവരെ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കസ്റ്റമറിന് സാധനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സോപ്പ് എടുക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും നമ്മുടെ സോപ്പ് ഓർഡർ ചെയ്യാനും സത്വയുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക. അതിൽ തന്നെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് സോപ്പ് വേണമെന്നുള്ളവർക്ക് അതിൽ തന്നെ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.